ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മാത്തമാറ്റിക്സ് ആൻഡ് തോട്ട്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ റേഷ്യോ. റേഷ്യോ എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഇൻ എ റെഗുലർ പോളിഗൺ ദ റേഷ്യോ ഓഫ് ദ ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾ ഈസ് 7:2. What is each angle? How many sides does the polygon have? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താ ഈ ക്വസ്റ്റ്യന്? ഇന്നർ റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ ഒരു സമ ബഹുഭുജത്തിന് അല്ലേ, എന്താണ് പറയുന്നത്? അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് നമുക്ക്. എന്താണ് റേഷ്യോ? ഇന്നർ ആംഗിളിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെയും. അത് എത്രയാണ് തന്നത്? 7:2. ഇനി വാട്ട് ഈസ് ഈച്ച് ആംഗിൾ? എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇന്നർ ആംഗിളിൻ്റെ മെഷർ എന്താണെന്നും ഔട്ടർ ആംഗിളിൻ്റെ മെഷർ എന്താണെന്നും നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെയോ ഹൗ മെനി സൈഡ്സ് ഡസ് ദ പോളിഗൺ ഹാവ്? ആ ഒരു പോളിഗണിന് എത്ര സൈഡാണുള്ളതെന്നും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമുക്കതിൻ്റെ ആൻസർ ചെയ്ത് നോക്കാം. അപ്പം നോക്കുക. അപ്പം ഞാനിത് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം എഴുതിയെടുത്തത്. അപ്പോൾ എല്ലാവരോടും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സമബഹുഭുജമായിട്ട് ഞാൻ എന്തെടുത്തിട്ടുണ്ട്? ഒരു ത്രികോണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്ക്, ഇതാണെന്ത്? ഇതിൻ്റെ ഇന്നർ ആംഗിൾ. ഇതാണെന്ത്? ഔട്ടർ ആംഗിൾ അല്ലേ. അപ്പോൾ ഇത് ഇന്നർ ആംഗിളാണ്, ഇത് ഔട്ടർ ആംഗിളാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ചെയ്തു പോരുകയാണ്. എങ്ങനെയാണ്? ലെറ്റ് ദ ഇന്നർ ആംഗിൾ ബി 7x അല്ലേ. അപ്പോൾ ഇവിടെ റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണത്. അതായത് തുല്യ ഭാഗങ്ങളാക്കിയിട്ടുള്ളതിൽ 7 ഭാഗമായിട്ട് വരുന്നത് എവിടെയാണ്? ഇന്നർ ആംഗിളിനാണ്. പിന്നെയോ 2 ഭാഗം വരുന്നത് ഔട്ടർ ആംഗിളിനുമാണ് അല്ലേ. അപ്പോൾ ഈ ചിത്രം വരച്ചോടത്ത് ഈ ആംഗിൾ ചെറുതായിട്ട് ഇത് വലുതായിട്ടുമാണ് തോന്നുന്നത്. അത് നിങ്ങളെ പ്രശ്നമാക്കണ്ട. റഫായിട്ടൊരു ഫിഗർ വരച്ചതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കുക. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്ത് തുടങ്ങുമ്പോൾ എങ്ങനെ ചെയ്യുക? ഫസ്റ്റ് എന്ത് ചെയ്താൽ ലെറ്റ് ദ ഇന്നർ ആംഗിൾ ബി 7x ആൻഡ് ദ ഔട്ടർ ആംഗിൾ ബി 2x. മനസ്സിലായല്ലോ. ഇനി ദാറ്റ് ഈസ്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? അതായത് ഒരു ഔട്ടർ ആംഗിളിൻ്റെയും ഇന്നർ ആംഗിളിൻ്റെയും സം എല്ലായ്പ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റി? ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 7x ആണ്. അപ്പോൾ 7x പ്ലസ് ഇവിടുത്തെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ എന്തായി? 7x പ്ലസ് 2x. ഈ 7xും 2xും എങ്ങനെ കിട്ടി? നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്ത്? 7:2 എന്ന് തന്നിട്ടുണ്ട് ഈ 2 ആംഗിളിൻ്റെയും റേഷ്യോ. അതിൽ നിന്നാണ് നമ്മളിത്, അതായത് ഇന്നർ ആംഗിൾ 7x എന്നും ഔട്ടർ ആംഗിൾ 2x എന്നും എടുത്തത് അല്ലേ. അതായത് കോമൺ ആയിട്ടൊരു അളവ് അവിടെ ഉണ്ടാവുമല്ലോ, ഈക്വലായിട്ട് ഭാഗിച്ച്. അപ്പോൾ റേഷ്യോ പഠിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ നോക്കുക. അപ്പോൾ 7x പ്ലസ് 2x സമം എന്താന്ന് കിട്ടി? 180 ഡിഗ്രി. അതായത് അപ്പോൾ എത്രയായി? 7 പ്ലസ് 2 എത്ര? 9 അല്ലേ. അപ്പോൾ 9x ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എക്സ് എന്നത് എന്തായി? ഇവിടുന്ന് ഇൻറ്റു 9 ഇങ്ങോട്ടേക്ക് പോയപ്പോൾ എന്തായി? ഡിവിഷനായി അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു 180/9. അപ്പോൾ അത് എത്ര ഉണ്ടാവുക? എത്ര ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ 18ൽ എത്ര 9 ആണുള്ളത്? 2. പിന്നെ ഒരു 0 ഉണ്ടാവും. അപ്പോൾ 20 അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 20 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ എക്സ് എന്നത് 20 ഡിഗ്രി ആണെന്ന് കിട്ടി. അവിടുത്തെ നമ്മൾ ഡിവൈഡ്, അതായത് റേഷ്യോയിൽ എപ്പോഴും നമ്മൾ തുല്യ ഭാഗങ്ങളാക്കി മാറ്റുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഈ തുല്യ ഭാഗമാക്കി മാറ്റിയിട്ടുള്ള ഒരളവ് എത്രയാണെന്ന് കിട്ടി? 20 ഡിഗ്രി ആണെന്ന് കിട്ടി. അങ്ങനത്തെ 27 ടൈംസിലാണ് എന്ത് വരിക? ഇന്നർ ആംഗിൾ വരിക. അതുപോലെ 2 ടൈംസിലാണ് എന്ത് വരിക? ഔട്ടർ ആംഗിൾ വരിക. അപ്പോൾ ഇനി നമുക്ക് എക്സ് കിട്ടിയ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്ത് കണ്ടുപിടിക്കുക? ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റി? ഇന്നർ ആംഗിൾ ഇസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? 7 × 20 ഡിഗ്രി. അപ്പോൾ അത് എത്രയാണ്? 140 ഡിഗ്രി. പിന്നെ ഔട്ടർ ആംഗിൾ എന്നതോ 2 × 20 ഡിഗ്രി. അപ്പോൾ എത്രയാണെന്ന് കിട്ടി? 40 ഡിഗ്രി. ഇനി നമ്മളോട് അടുത്തത് ചോദിച്ചിട്ടുള്ളത് ആ ഒരു പോളിഗണിന് എത്ര സൈഡ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? നമുക്കറിയാം, അതായത് ഏതൊരു റെഗുലർ പോളിഗണിൻ്റെയും ഔട്ടർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്ക്. അപ്പോൾ എന്താണ്? സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് ഓഫ് എ റെഗുലർ പോളിഗൺ ഓഫ് n സൈഡ്സ് ഈസ് 360 ഡിഗ്രി. ഏത് സൈഡാണെങ്കിലും 3 4 5 6 ഏത് സൈഡുള്ള റെഗുലർ പോളിഗൺ ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റി? ഇവിടെ നോക്ക്. ദാറ്റ് ഈസ്. അതായത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും?
നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ. ഈ ഒരു പോളിഗണിൻ്റെ സൈഡ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 360 ഡിഗ്രി ബൈ 40 ഡിഗ്രി. അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതായത് പിന്നെ ഔട്ടർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അങ്ങനെയുള്ള ഒരു ഔട്ടർ ആംഗിളിൻ്റെ അളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 40 ഡിഗ്രി. അങ്ങനത്തെ എത്ര 40 മാറ്റാൻ പറ്റുന്നുണ്ടോ അത്രയും എണ്ണമായിരിക്കുമല്ലോ അതിൻ്റെ ആ പോളിഗണിൻ്റെ സൈഡ്. മനസ്സിലായല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ടോട്ടൽ സം ഓഫ് ആംഗിൾ എന്ന് പറയുന്നതിന് അല്ലേ, അതായത് ഔട്ടർ ആംഗിളിൻ്റെ സമ്മിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? ഒരു ഔട്ടർ ആംഗിളിൻ്റെ മെഷർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 40 ഡിഗ്രി. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഈ സീറോയും ക്യാൻസൽ ചെയ്യാം. പിന്നെ 36 എത്ര 4 ഉള്ളത്? 9. അപ്പോൾ നമുക്ക് 9 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ പോളിഗൺ ഈക്വൽ ടു എന്താണെന്ന് കിട്ടി? 9 എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്ക്. ഇനി നമുക്ക് ഇതിലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ എ ക്ലാസ് ആർ ഇൻ ദ റേഷ്യോ 7:5 ആൻഡ് ദർ ആർ 8 more ഗേൾസ് ദാൻ ബോയ്സ്. ഹൗ മെനി ഗേൾസ് ആൻഡ് ബോയ്സ് ആർ ദർ ഇൻ ദിസ് ക്ലാസ്? അപ്പോൾ എന്തായി ചോദ്യം? ഇവിടെ തന്നിട്ടുള്ളത് ഒരു ക്ലാസ്സിലെ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും എണ്ണത്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അത് എത്രയാണ് തന്നത്? 7:5 അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ആദ്യം ഗേൾസാണ് തന്നതെങ്കിൽ ഗേൾസിൻ്റെ എണ്ണമാണ് എന്ത്? 7. പിന്നെ തന്നത് ബോയ്സ് അല്ലേ, അപ്പോൾ ബോയ്സിൻ്റെ എണ്ണമാണ് ഈ 5. പിന്നെ നമുക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് ആ കണ്ടീഷന്? എന്താ തന്നത്? ദർ ആർ 8 more ഗേൾസ് ദാൻ ബോയ്സ്. ബോയ്സിനേക്കാണ് എത്ര കൂടുതൽ ഗേൾസ് ഉണ്ടെന്നാണ് പറയുന്നത്? 8 ഗേൾസ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കെല്ലാവരും. ഇവിടെ നോക്ക്, ഇതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുകയാണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? 7:5 എന്ന റേഷ്യോ തന്നിട്ടുണ്ട്. ആ റേഷ്യോയിൽ നിന്ന് നമുക്ക് എന്തെടുക്കാൻ പറ്റും? ലെറ്റ് ദ നമ്പർ ഓഫ് ഗേൾസ് ബി 7x എന്ന് നമുക്ക് എടുക്കാം അല്ലേ. 7 എന്നതാണല്ലോ റേഷ്യോ ആയി തന്നത് ഗേൾസിൻ്റെ. അപ്പോൾ നമുക്ക് എന്തെടുക്കാൻ പറ്റി? ലെറ്റ് ദ നമ്പർ ഓഫ് ഗേൾസ് ബി 7x ആൻഡ് ദ നമ്പർ ഓഫ് ബോയ്സ് ബി 5x എന്നെടുക്കാം. പിന്നെ എന്താ കണ്ടീഷൻ തന്നിട്ടുള്ളത്? അതായത് ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ബോയ്സിൻ്റെ എണ്ണത്തിനേക്കാൾ 8 കൂടുതലാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കുക? 7x. ഈ 7x എന്ന് പറയുന്നത് എന്താണ്? ഗേൾസിൻ്റെ എണ്ണം 7x എന്നത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? അപ്പോൾ നമ്മൾ അവിടെ ഈക്വൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്തിനോടാണ് അത് ഈക്വൽ? ബോയ്സിൻ്റെ എണ്ണത്തിനേക്കാൾ 8 കൂടുതലാണ്. അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 5x. ആ 5xനേക്കാൾ 8 കൂടുതലാണെന്ന് പറഞ്ഞാൽ 5x + 8. അപ്പോൾ എന്ത് കിട്ടി? 7x = 5x + 8 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടത് ഇതിൽ നിന്നും എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സ് ഉള്ള ടേംസിനൊക്കെ നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുവരും അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ് എക്സ് ഉള്ള ടേമിന്. അപ്പോൾ എന്ത് ചെയ്തു? ഈ 7x ഇവിടെ തന്നെ നിർത്തി. ഇവിടെയുള്ള 5xനെ ഞാൻ ഈ ഈക്വൽ സൈൻ്റെ ലെഫ്റ്റിലേക്ക് എടുത്തപ്പോൾ അതെന്തായി? ഇവിടെ പ്ലസ് ആയി കിടന്ന 5x ഇങ്ങോട്ട് വരുമ്പോൾ -5x ആയി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ 7x - 5x = എന്തെന്ന് കിട്ടി? 8 എന്ന് കിട്ടി. 7xൽ നിന്നും 5x മൈനസ് ചെയ്ത് എത്ര ഉണ്ടാകുക? 2x അല്ലേ. അപ്പോൾ 2x = 8. അപ്പോൾ ഈ സമത്തിൻ്റെ ഭാഗം മാറുന്നുണ്ടാവില്ല. അപ്പോൾ അവിടെ ഈക്വൽ ടു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 8 എന്നിട്ട് കൊടുക്കണം. അപ്പോൾ 2x = 8 എന്ന് കിട്ടി. ഇനി ഞാനിവിടെ ഒരു സ്റ്റെപ്പ് കുറച്ചിട്ടുണ്ട്, വേണ്ടവർ ആ സ്റ്റെപ്പും കൂടി ചെയ്താൽ. അപ്പോൾ x = എന്ന് പറഞ്ഞിട്ട് എന്ത് വരും? 8/2 എന്ന് വരും അല്ലേ. ഇവിടെയുള്ള ഗുണിക്കണം 2നെ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ എന്താവും? ഹരിക്കണം എന്നാവും അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ 2 എന്നത് ഇവിടേക്ക് എത്തുമ്പോൾ ഡിവിഷൻ 2 ആയിട്ട് മാറും. അങ്ങനെ ആ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതെന്തായിട്ടുണ്ടാവും? 8/2 എന്നത് എന്താവും? 4 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x = 4 എന്ന് കിട്ടി. അപ്പോൾ x = 4 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ എക്സിൻ്റെ വില എവിടെ കൊടുത്താൽ മതി? 7 × x എന്നതെടുത്ത് കൊടുത്താൽ നമ്പർ ഓഫ് ഗേൾസിൻ്റെ എണ്ണവും കിട്ടും. 5 × x എന്നെടുത്ത് എക്സിൻ്റെ വില കൊടുത്താൽ എന്തും കിട്ടും നമുക്ക്? ബോയ്സിൻ്റെ എണ്ണവും കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ ആൻസർ നമ്പർ ഓഫ് ഗേൾസ് = 7 × 4 ദാറ്റ് = 28. നമ്പർ ഓഫ് ബോയ്സ് = 5 × 4 ദാറ്റ് = 20. ഇത് എവിടെ നിന്ന് എടുത്തു എന്ന് മനസ്സിലായല്ലോ.
നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 7x ആണ്. അതിൽ എക്സിൻ്റെ സ്ഥാനത്ത് 4 കൊടുത്തു. അപ്പോൾ 7 × 4 ആയി. അപ്പോൾ 28. 5 × 4 ചെയ്തപ്പോൾ ബോയ്സിൻ്റെതും കിട്ടിയതാണ് കണ്ടല്ലോ. അപ്പോൾ എന്തായി 20. അപ്പോൾ താങ്ക് യു. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.